ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈൽ വെള്ളയപ്പം ഉണ്ടാക്കിയാലോ? മിക്കവാറും എല്ലാവർക്കും വലിയ ഇത് ഉണ്ടാക്കാൻ അറിയാലേ. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി എൻ്റെ അമ്മ പറഞ്ഞ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. ആദ്യം തലേദിവസമേ പച്ചരി വെള്ളത്തിലിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർക്കാൻ ഇടണേ. ഞാനിതൊരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരുമാതിരി നല്ലൊരു തേങ്ങയുടെ ഒരു മുറി, 2 കൊച്ചുള്ളി, വെളുത്തുള്ളി 2 അല്ലി, കുറച്ച് ജീരകം, അത് ആർക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈസ്റ്റ്, 2-3 സ്പൂൺ പഞ്ചസാര, ഒരു തവി ചോറ്, ആവശ്യത്തിന് വെള്ളം ചേർക്കുമ്പോൾ കൂടി പോകാതെ സൂക്ഷിക്കണം കേട്ടോ. ഒത്തിരി കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം കേട്ടോ. കുറുകി പോവുകയോ നീണ്ടു പോവുകയോ ചെയ്യരുത്. പിറ്റേ ദിവസം മാവ് നല്ലതുപോലെ പൊങ്ങി വന്നു കേട്ടോ. കുറച്ച് ഉപ്പും മധുരവും കൂടെ ചേർത്ത്, പഞ്ചസാര നമുക്ക് പിന്നെയും ചേർക്കാം കേട്ടോ. മധുരം ഇല്ലെങ്കിൽ അതെല്ലാം കൂടി യോജിപ്പിച്ച് ഓരോ അപ്പം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ അപ്പത്തിൻ്റെ മുകളിൽ ഓരോ കുഴികൾ വീഴുന്ന കേട്ടോ അപ്പത്തിൻ്റെ ശരിയായ രീതിയെ. ഇങ്ങനെ അരച്ചെടുക്കുവാൻ നല്ല മയമുള്ള അപ്പം നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചിക്കൻ കറിയുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ താറാവ് കറിയുടെ ഒക്കെ കൂട്ടത്തിലും ഉണ്ടാക്കാൻ നല്ല കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് കറിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.